വളരെ വേദനാജനകമായ ഒരു കാഴ്ച. രഞ്ജിത ഒരുപാട് സന്തോഷത്തോടെ ആ മക്കളോടൊന്നിച്ചിട്ട് കഴിയാമെന്ന് കരുതിയിരുന്ന ആ പുതിയ വീട്ടിലേക്ക് രഞ്ജിതയുടെ ജീവനില്ലാത്ത ശരീരമാണെന്ന് എത്തിച്ചത്. കഴിഞ്ഞ 11 ദിവസമായിട്ട് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ DNA ടെസ്റ്റ് നടത്തിയിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ വിമാനത്തിൽ, അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയ രഞ്ജിത വിമാനത്തിൻ്റെ ഇന്ധന ടാങ്കിൻ്റെ അടുത്താണത്ര ഇരുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ ശരീരം ആകെ ഛിന്ന ഭിന്നമായി കത്തിക്കരിഞ്ഞു പോയിരുന്നു. സഹോദരൻ്റെയും മറ്റും DNA ടെസ്റ്റ് നടത്തിയിട്ടും ഒരു തരത്തിലും മാച്ചായില്ല. ഒരു 4-5 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇങ്ങനെ മാച്ചാവാതിരുന്നത്. ഒടുവിൽ ആ കുടുംബം വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു. 10ാം ക്ലാസ്സിലും 7ലും പഠിക്കുന്ന മക്കൾ ഒരു അവസാനം മതപരമായ ചടങ്ങുകൾ നടത്താൻ പോലും ആ മൃതദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം കിട്ടിയിരുന്നെങ്കിലെന്ന് മനമുരുകി പ്രാർത്ഥിച്ചതാ. ആ മക്കൾ മാത്രമല്ല, കേരളക്കര ഒന്നടങ്കം. അങ്ങനെയാണ് അമ്മയുടെ DNA ഇതുമായിട്ട് മാച്ചായിട്ട് കഴിഞ്ഞ ദിവസം അറിയിപ്പ് വന്നത്. ഇന്ന് രാവിലെ ആ രഞ്ജിതയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചു. മന്ത്രിമാർ തന്നെ ഔദ്യോഗിക ബഹുമതികളോടെ അത് ഏറ്റുവാങ്ങിയിട്ട് അവർ പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. ഒടുവിൽ ഇന്ന് വൈകിട്ടോടെയാണ് അവരാഗ്രഹിച്ചിരുന്ന, അവർ കൊതിച്ചിരുന്ന ഒരു പൊതുവീടെന്ന സ്വപ്നം, ആ സ്വപ്നത്തിലേക്ക് ആ മൃതദേഹം കൊണ്ടുവരുന്നത്. അവരൊരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അവർ ഖത്തറിലും ഒമാനിലൊക്കെ ജോലി ചെയ്തു. ഇവിടെ PSC കിട്ടി സർക്കാർ ജോലി ഉണ്ടായിരുന്ന നഴ്സാണ്. ആ മക്കൾ, ഭർത്താവാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭർത്താവുമായിട്ട്. ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ്, മുഴുക്കുടിയനാണ്. അങ്ങനെ പല രീതിയിലും ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ആക്ഷേപത്തിലേക്കും നമ്മൾ പോകേണ്ട. ഭർത്താവുമായിട്ട് അവർ പിണങ്ങി പിരിഞ്ഞതാണ്. ആ മക്കളെ നോക്കാൻ, ഭർത്താവിൻ്റെ അഭാവത്തിൽ ആ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അവരൊരു വീടെന്ന സ്വപ്നം. അച്ഛനാണെങ്കിൽ മരണപ്പെട്ടു പോയി, അമ്മ ക്യാൻസർ രോഗിയാണ്, 2 ചെറിയ പറക്കമുറ്റാത്ത മക്കൾ. ആ ഒരു സ്ത്രീ എന്ത് ചെയ്യും? എല്ലാവരോടും ചിരിച്ചും സൗഹൃദങ്ങൾ പങ്കിട്ടും ചിരിച്ചിട്ടല്ലാത്തൊരു മുഖം രഞ്ജിതയുടെ ചിത്രം നമുക്ക് കാണില്ല. ആ ഒരു മൃതദേഹം കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ മുൻപിൽ പോലും ജീവിച്ചിരിക്കുമ്പോൾ പുഞ്ചിരി തൂകുന്ന രഞ്ജിതയുടെ ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. അതെന്നെ വലിയൊരു വേദനയാണ്. അപ്പോൾ അവരങ്ങനെ ആ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിദേശത്ത് ജോലി ചെയ്തത്. അങ്ങനെ പിന്നീട് കുറച്ചും കൂടി നല്ല ഒരവസ്ഥക്ക് വേണ്ടി ലണ്ടനിൽ പോയി. പിന്നീട് ആ മക്കൾ പറഞ്ഞതാണ്, അമ്മേ നമുക്കുള്ളത് മതി, വീട് ഇത്രയെങ്കിലും ആയില്ലേ, മുഴുവൻ ഫിനിഷിംഗ് വർക്കുകളിലെ വാക്കുകൾ, നമുക്ക് ഈ വീട്ടിലിരിക്കാം. ഈ ജൂലൈയിൽ ഇരിക്കേണ്ടതായിരുന്നു അവർ. അങ്ങനെ മക്കളോട് പറഞ്ഞു, എന്നാൽ ഞാൻ അവിടുത്തെ ജോലി ഒഴിവാക്കാം, വീണ്ടും സർക്കാർ ജോലിക്ക് കയറാം. അതിൻ്റെ പേപ്പർ ശരിയാക്കാനാണ് 3 ദിവസത്തെ അവധിക്ക് വേണ്ടി നാട്ടിൽ വന്നത്. അതൊക്കെ റെഡിയാക്കി തിരിച്ചു പോകുമ്പോഴാണ് ആ തിരിച്ചുപോക്ക്, ഇനിയൊരു വരവ്, ജോലി ഒഴിവാക്കിയിട്ട്, ലണ്ടനിലെ ജോലി ഒഴിവാക്കിയിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചതാണ്. സന്തോഷത്തോടെ മക്കളോടൊപ്പം കഴിയേണ്ട ആ വീട്ടിലേക്ക് എത്തിയത് ജീവനില്ലാത്ത ആ മക്കൾക്കൊരു നോക്ക് കാണാൻ പോലും ഉണ്ടായില്ല. ഏറ്റവും സങ്കടകരം, അവസാനമായിട്ട് ആ ഒരു മാതാവിൻ്റെ മുഖമൊന്ന് കാണാൻ ആ മുഖം പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ചിരിക്കുന്ന, അവരുടെ പുഞ്ചിരി തൂകുന്ന മനോഹര ചിരിയുള്ള മുഖം മാത്രമേ എല്ലാവരുടെ മുന്നിലുള്ളൂ. ആ ഒരു മരണപ്പെട്ട് കിടക്കുന്ന മുഖം പോലും ആരും കണ്ടിട്ടില്ല. കാരണം അതങ്ങനെ കത്തിക്കരിഞ്ഞ് കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥ. എന്നാലും ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ആദരവ് ആ വിമാന കമ്പനി ഒരു ഡെഡ് ബോഡി പോലെ തന്നെ എല്ലാ ആദരവുകളോട് കൂടിയിട്ടുമാണ് തിരിച്ചാ വീട്ടിലേക്ക് കൊടുത്തയച്ചത്. അലമുറയിട്ട് മക്കൾ കരയുന്ന ഒരു കാഴ്ച. അവിടുത്തെ സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നാട്ടുകാരോടും ബന്ധുക്കളോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ സ്കൂളിലെ പ്രദർശനത്തിന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ നിന്ന് കണ്ടാൽ മതി. വീട്ടിലേക്ക് അധികം ആരെയും അടുപ്പിച്ചിട്ടില്ല. വളരെ അടുത്ത ബന്ധുക്കളെ മാത്രമേ ആ വീട്ടിലേക്ക് പ്രവേശനം കൊടുത്തിട്ടുള്ളൂ. കാരണം ആ മക്കളും അമ്മയും ഈ ആളുകളൊക്കെ കൂടി കാണുമ്പോൾ വല്ലാതെ ധർമ്മസങ്കടത്തിലാകുമെന്ന് അറിയാം. അവരുടെ സ്വകാര്യതയാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിലേക്ക്, ആ പുതിയ വീട്ടിലേക്ക് ആ ശരീരം കൊണ്ടുവരുമ്പോൾ, ഭൗതിക ശരീരം കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു രഞ്ജിതയെക്കുറിച്ച് കൂടെ ജോലി ചെയ്ത ആളുകൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നല്ലതേ പറയാനുള്ളൂ. പഠിപ്പിച്ച ടീച്ചർമാർക്കും അവർക്ക് ഓർക്കുമ്പോൾ കണ്ണീരോടുകൂടിയില്ലാതെ ആ വാക്കുകൾ കേൾക്കാതിരിക്കാനാവില്ല. ഏപ്രിൽ മാസത്തിൽ മോനെ ചേർക്കാനായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു, അവൾ തിരിഞ്ഞ് ടാറ്റയും കാണിച്ചാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെല്ലാം അതൊരു വലിയ വിഷമമാണ്. ഞങ്ങൾ അധ്യാപകരെടുക്കൽ എപ്പോൾ കണ്ടാലും ഓടി വരുന്ന കുട്ടി. ഒരിക്കലും അവൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ സ്കൂളിൽ ഒരുങ്ങുമെന്ന് ഒരിക്കലും ഓർത്തതല്ല. അവളുടെ ചേതനയേറ്റ ശരീരം കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്കൂളിൽ വെക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇത് ആരെന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയാവില്ലല്ലോ. ടീച്ചറിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് ഞാൻ എൻ്റെ എന്തിനൊക്കെയോ പാസ്വേഡ്
ടീച്ചറിന്റെ പേരാ ഇട്ടേക്കുന്നതെന്ന് വരെ നേരം പറഞ്ഞു. നാടിന് മാത്രമല്ല ഞങ്ങളുടെ സ്കൂളിന് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഒരു വിയോഗമാണ്. ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല ഈ കുഞ്ഞിനിങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടാകുമെന്ന്. അവളുടെ അമ്മയോടും അതുപോലെ തന്നെ കൂടെ കുഞ്ഞുങ്ങളോടും നമുക്ക് എന്താ പറഞ്ഞറിയിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ പറയേണ്ടത് എന്നറിയത്തില്ല. അതുപോലുള്ള ഞാൻ വരുന്ന വർഷം ആ കുട്ടി ഇവിടെ 6ൽ പഠിക്കുവാണ്, ഞാൻ ജോയിൻ ചെയ്യുന്ന വർഷം. അപ്പം എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു രൂപക്കെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവൻ്റെ കുഞ്ഞമ്മയാണ് ഇവൾ. അപ്പോൾ കൂടെ ചെന്ന് കുഞ്ഞമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു എന്നും പറഞ്ഞ് ഈ മോൾ എന്നോട് വന്ന് രഞ്ജിത വന്ന് പരാതി പറയും, ശോഭ ടീച്ചറെ എന്നെ കുഞ്ഞമ്മേ എന്ന് വിളിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ രൂപക്കിനെ ഞാൻ വഴക്ക് പറയും, സ്കൂളിൽ വെച്ച് കുഞ്ഞമ്മ വേണ്ട, ചേച്ചി വിളിച്ചാൽ മതി, വീട്ടിൽ ചെല്ലുമ്പം കുഞ്ഞമ്മയും മോനും മതി എന്നും പറഞ്ഞു. ആ ഒരു ഓർമ്മയാണ് എനിക്ക് അവളെക്കുറിച്ച്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ മുറ്റത്തൂടെ ചിരിച്ചും അവളൊരു പ്രത്യേക ഒരു ടൈപ്പായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു കുട്ടിയായിരുന്നു. സ്കൂൾ വരാന്തയിൽ കൂടെയും എല്ലാം ചിരിച്ച് രസിച്ച് നടക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. പഠനത്തിൽ തന്നെ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും അവൾ വളരെയധികം സമർത്ഥയായ ഒരു കുഞ്ഞ്. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ തീരാത്ത ഒരു സങ്കടമാണ്. ഏപ്രിൽ മാസത്തിൽ മോനെ ചേർക്കാനായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു, ഞാൻ പെൻഷനായി, എനിക്കറിയില്ലായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞു അവൾ തിരിഞ്ഞ് ടാറ്റയും കാണിച്ചാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനെല്ലാം അതൊരു വലിയ വിഷമമാണ്, ഞങ്ങൾക്ക് തീരാത്ത സങ്കടമാണ്. ഇങ്ങോട്ട് കടന്നു വരുന്നത് ഈ രൂപത്തിലായിരുന്നോ ആയിരിക്കാം ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന് പറയാൻ. ആ ടാറ്റയിൽ രഞ്ജിത വന്ന ദിവസം മുതൽ എൻ്റെ പേര് രഞ്ജിനി എന്ന, രഞ്ജിനിയും രഞ്ജിത 2 പേരും ഒരുപോലെയാണെന്നും പറഞ്ഞായിരുന്നു എന്നോട് അടുത്ത് എപ്പോഴും വന്ന് പറയുമായിരുന്നു. അങ്ങനെ വളരെ അടുപ്പമുള്ള ഒരു കുട്ടിയായിരുന്നു രഞ്ജിത. ഗൾഫിൽ പോയതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു, വഴിക്ക് വെച്ചൊന്ന് കണ്ടായിരുന്നു. എല്ലാം കൊണ്ടും സഹിച്ച് ആ മക്കളൊരു നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി കരുതിയിരുന്ന പിതാവും മാതാവും മാറിയ ഒരാളാണ് ഈ രഞ്ജിത. അതൊരു സമയം പിതാവായിരുന്നു, മാതാവായിരുന്നു. പക്ഷേ അവർക്കിനി ജീവനോടെ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം ആ മക്കൾക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. ഏതായാലും അവർക്കൊരു 1 കോടി രൂപയുടെ അധികം നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട്. ഇതിനിടക്കാരൊക്കെ പല വീഡിയോകളും കണ്ടു, ഭർത്താവ് ആ കാശ് കണ്ടിട്ട് പഴയ കുട്ടികളുടെ അച്ഛൻ അത് ആ കുട്ടികളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി വരുന്നുണ്ട്, ലക്ഷ്യം കാശാണ്, ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ. പല ദുബായിലാണ്, ഒരിക്കൽ പോലും ആ മക്കളെ കാണാൻ വന്നിട്ടില്ല, ഇങ്ങനെ എന്തൊക്കെയോ ഓരോരുത്തർ വീഡിയോയിൽ ഇടുന്നുണ്ട്. നമ്മളൊരാളുടെ സ്വകാര്യതയിലേക്ക് അനാവശ്യമായിട്ട് അന്വേഷിക്കണ്ട. അവർ ഒരു നഴ്സായ സമയത്താണ് രഞ്ജിത കല്യാണം കഴിക്കുന്നത്. ഒരു മിലിറ്ററിക്കാരനെയാണ് കല്യാണം കഴിച്ചത്. കോന്നിയിലുള്ള ഇവരുടെ വീട് പത്തനംതിട്ടയാണ്. ആ കല്യാണം സന്തോഷമായിട്ട് നടന്ന ഒന്നാണ്. അന്ന് അവർ സർക്കാർ നഴ്സായിരുന്നു, അയാളൊരു പട്ടാളക്കാരനാണ്. പക്ഷേ പിന്നീട് അവരെ വിവാഹബന്ധങ്ങൾ പല കാരണങ്ങളാൽ സുഖകരമായിട്ട് മുന്നോട്ട് പോയില്ല. ഗാർഹിക പീഡനങ്ങളും അയാൾ മദ്യത്തിന് അഡിക്റ്റാണ്, ആ രീതിയിലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇവരാ 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്വന്തം നിലക്ക് ആ മക്കളടക്കം അമ്മയോടുകൂടെ ഉണ്ടായിരുന്നത് ഒരു നിലക്കും. പിന്നെ അയാൾ പട്ടാളത്തിൽ നിന്ന് VRS എടുത്ത് നാട്ടിൽ എന്തൊക്കെയോ പണികളൊക്കെ തുടങ്ങി. അപ്പോഴും അയാൾ മദ്യപാനം ഒഴിവാക്കി. ഇപ്പോൾ നാട്ടിലുണ്ട് ആൾ. ഇനി അയാൾ മക്കളെ നോക്കാതിരിക്കാതൊന്നുമല്ല വിഷയം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒഴിവായി പോയാലും മക്കൾക്കെപ്പോഴും അച്ഛനാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ മക്കളെ നോക്കട്ടെ. പക്ഷെ അപ്പോഴേക്കും അത് 1 കോടി കണ്ടിട്ടാണ് ആ രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ചില യൂട്യൂബേഴ്സ് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ അവരുടെ സ്വകാര്യതയിലേക്കും ആ മക്കളുടെ ദുഃഖിക്കുന്ന ഈ സമയത്ത് ഈ ആദിയിലുള്ളൊരു വ്യാഖ്യാനങ്ങൾ കൊടുക്കരുത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായ മക്കൾക്ക് എപ്പോഴും അച്ഛൻ തന്നെയാണല്ലോ, പിതാവ് തന്നെയാണല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത ഒന്ന് ഒരു പക്ഷെ മരണശേഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. എന്തായാലും ആ കാശ് മക്കളുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ. ആ മക്കൾക്ക് 2 പേർക്കുമായിട്ടായിരിക്കും സർക്കാർ കൊടുക്കുക. ആ വീട് പണി നന്നാവട്ടെ, നന്നായി രഞ്ജിത ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല ഭവനമായിട്ട് മാറ്റാൻ ആ തുക വിനിയോഗിക്കട്ടെ. അവരുടെ മക്കളുടെ ഫ്യൂച്ചർ, എഡ്യൂക്കേഷൻ, അതോടൊപ്പം മറ്റു കാര്യങ്ങൾക്കൊക്കെ ആ തുക വിനിയോഗിക്കാം. അതൊരിക്കലും ആൾ ഭർത്താവല്ലാത്തത് കൊണ്ട് കിട്ടൂല, നിയമപരമായിട്ട് കിട്ടൂല. അത് കിട്ടുന്നത് ആർക്ക് മാത്രമാണ്? ഈ ഒരു മക്കൾക്ക് മാത്രമാണ്. എന്തായാലും അതിനെ ചൊല്ലിയിട്ടുള്ള അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ യൂട്യൂബേഴ്സ് നടത്തുന്നത് എന്തല്ല ഈ ഒരു സമയത്ത് അത്ര ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും കേരളം മുഴുവനും ഇന്നൊരു കരഞ്ഞ നിമിഷമാണ്. കാരണം അത്രക്കും മലയാളി വളരെ സ്നേഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് രഞ്ജിത. അപ്പോൾ നമ്മൾ ആ ലോറി അപകടത്തിൽ കർണാടകയിൽ ഒരാൾ മരണപ്പെട്ടല്ലോ, ഒരാളെ കാണാതായപ്പോൾ അന്ന് ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം കാത്തിരുന്നോ അതേപോലെയാണ് മലയാളി മുഴുവനും ജാതി മതഭേദമന്യേ എല്ലാവരും സ്നേഹത്തോടെ ഒരു തങ്ങളുടെ വീട്ടിലെ കുട്ടിയാണെന്നതുപോലെ കരുതിയിരുന്ന ഒരാളാണ് രഞ്ജിത. ആ രഞ്ജിതയുടെ ഭൗതിക ശരീരം ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് കാണുന്ന ഓരോ മലയാളിയും ഞങ്ങളുടെ വീട്ടിലെ അയൽപ്പക്കത്തുള്ള കുട്ടിയെന്ന പോലെ തങ്ങളുടെ മകളെന്ന പോലെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഏതായാലും മതപരമായുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു.
ആ കുടുംബം ഇനി അതൊരു ഓർമ്മയായിട്ട് മാറും. ഒരു തരത്തിലേക്ക് ആശ്വസിക്കുക, ആ ഒരു ഛിന്ന ഭിന്നമായ ശരീരം, മുഖം കാണാൻ പോലും ഉണ്ടായില്ല. അവരെല്ലാവരുടെ കണ്ണിലും അവസാന ചിത്രം ആ പുഞ്ചിരി തൂകുന്ന രഞ്ജിത മാത്രമായിരിക്കും. അതായിരിക്കും ദൈവത്തിൻ്റെ വിധിയെന്ന് നമുക്ക് ആശ്വസിക്കാം.